നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാർത്തിക് ഇപ്പോ കാണിക്കുന്നത് കോമയുടെ ലക്ഷണങ്ങളാണ്. 24 അവേഴ്സിനുള്ളിൽ ബോധം തെളിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം. ഇതിലൊക്കെ കാരണം അവളാ, ആ മീനാക്ഷി, മാധുരിയുടെ മകള്. ശാപം കിട്ടി അവളെ. നീ നിന്റെ ഭാര്യയായിട്ട് വാഴിച്ച ഈ കുലം വരെ നശിച്ചു പോകും. അതുകൊണ്ട് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവളെ ഈ ചെമ്പകമംഗലത്തെ കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇത് ഉറച്ച തീരുമാനമാണോ? അതെ, എന്താ സംശയം? ഇഷ്ടപ്പെട്ട പെണ്ണിനെ താലി കെട്ടി കൂടെ കൂട്ടിയത് ഒരുമിച്ച് ജീവിക്കാനാ, അല്ലാതെ പെരുവഴിയിൽ ഉപേക്ഷിക്കാനൊന്നുമല്ല. അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. പക്ഷേ എനിക്കൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. നിനക്ക് പ്രത്യേകിച്ച് എന്ത് തീരുമാനം? എന്റെ ഭാര്യയ്ക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഞാൻ എന്തിനു നിൽക്കുന്നു? ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോകുന്നു. ഹോസ്പിറ്റലിൽ പോ, വേഗം ആവട്ടെ. കാർത്തിക്, അമ്മ ഇരിക്ക. ഞാനവന്റെ അമ്മയുടെ അമ്മയാ. ഞാൻ അമ്മാവൻ, ഇതെന്റെ ഭാര്യ. ഞാനിപ്പോ പറയാൻ പോകുന്നത് അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങളാ. അതായത് കാർത്തിക് ഇപ്പോ കാണിക്കുന്നത് കോമയുടെ ലക്ഷണങ്ങളാ. 24 അവേഴ്സിനുള്ളിൽ ബോധം തെളിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം. കോമാന്ന് പറഞ്ഞാൽ അറിയാലോ, പേഷ്യന്റ് എപ്പോ ഉണരുന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഒരു ദിവസം കഴിഞ്ഞാവാം, ഒരു മാസം കഴിഞ്ഞാവാം, ഒരു വർഷം കഴിഞ്ഞും ആവാം. ചിലപ്പോ ഉണർന്നില്ല എന്ന് വന്നേക്കാം. ഇനി ഉണർന്നു കഴിഞ്ഞാൽ തന്നെ ആരെയും ഓർമ്മയുണ്ടാവണമെന്നുമില്ല. ഇതെന്താ ഡോക്ടർ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? അത് അന്നത്തെ ആക്സിഡന്റിൽ അയാളുടെ തലയ്ക്ക് ഒരു ക്ഷതം ഏറ്റിട്ടുണ്ട്. തലയ്ക്കുള്ളിലായതുകൊണ്ട് ആ ഇഞ്ചുറി അന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇന്നത്തെ സ്കാനിങ്ങിലാ അത് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞത്. ആക്സിഡന്റിലായി പേഷ്യന്റിനെ അന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോ അന്ന് നിങ്ങൾ ഇതൊക്കെ പരിശോധിച്ചതല്ലേ? അന്നെന്താ ഇതൊന്നും കണ്ടുപിടിക്കായിരുന്നത്? അത് നിങ്ങളുടെ നിരുത്തരവാദിത്വം, അശ്രദ്ധ. വിലയേറിയ എത്ര മനുഷ്യജീവനുകളാ ഇതുപോലെ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഇല്ലാതാവുന്നത്. അന്ന് സ്കാൻ ചെയ്തപ്പോ അതിനകത്ത് കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞ് കൈയൊഴിയാം.
പൊലിഞ്ഞു പോകുന്ന 10,000-കണക്കിന് ജീവനുകൾ പോലെ തന്നെ ഇതും അത്ര തന്നെ. പണ്ടൊക്കെ ഡോക്ടർ എന്ന് പറഞ്ഞ ദൈവതുല്യരാണെന്നർത്ഥം. ഇപ്പോ അല്ലെങ്കിലും ഇതൊന്നും ആതുരാലയങ്ങളല്ലല്ലോ, ബ്ലേഡ് കമ്പനി. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുള്ള മറുപടി പറയാനോ തർക്കിക്കാനോ ഞാനില്ല. അപ്പോ എന്റെ കുഞ്ഞ് അവൻ ഉണരില്ലേ? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒരു മുന്നറിയിപ്പ് തന്നു, അത്രമാത്രം. പേഷ്യന്റിന് വേണ്ട എല്ലാ ട്രീറ്റ്മെന്റും ഞങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കേ. പേഷ്യന്റിന് നല്ല കെയർ ആവശ്യമുണ്ട്. തൽക്കാലം എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവണം. പേഷ്യന്റിന്റെ ഭാര്യ വന്നില്ലേ? ICUവിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സ് വിളിപ്പിക്കും. അപ്പൊ ഒരാൾ വേണം. അത് ഭാര്യയായ നല്ലത്. എന്റെ കുഞ്ഞിപ്പോ കരങ്ങിയായിരിക്കും. അതിനെനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ അമ്മ. എന്തിനാ എല്ലാരും കൂടി എന്നെ എങ്ങനെ ശിക്ഷിക്കുന്നത്? അമ്മയ്ക്ക് പോയി കുഞ്ഞിനെ ഇങ്ങോട്ടൊന്ന് എടുത്തോണ്ട് വരാൻ പറ്റുമോ അമ്മ? എന്താ അമ്മ ഒന്നും പറയാത്ത? ഞാൻ വളർത്തിയ കുഞ്ഞല്ലേ, അതിനെനിക്ക് എടുക്കാൻ പാടില്ലേ? നീ വളർത്തിയ കുഞ്ഞാണ് ശരി, പക്ഷെ അതിന് നിനക്ക് തരണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടോ? അപ്പൊ എന്റെ കുഞ്ഞു എനിക്കില്ലാതാവുക അല്ലേ? അരുതാത്തതൊന്നും ചിന്തിക്കാതെ. ഞാനും ഒരു നിമിഷം അങ്ങനൊന്ന് ചിന്തിച്ചു പോയി. അതെന്റെ തെറ്റ്. എന്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ. എന്തായാലും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ഞാൻ ആലോചിക്കുന്നത് അതല്ല. ഇത്രയും നേരമായിട്ടും കാർത്തിമാൻ എന്താ ഇങ്ങോട്ടൊന്നും വരാത്തെ? എന്റെ ഭാര്യയ്ക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഞാൻ എന്തിനു നിൽക്കുന്നു? ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് പോകുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.